നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയിലൂടെ കാറിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന അനധികൃത സ്പിരിറ്റ് ശേഖരവുമായി യുവാവ് പിടിയിലായി. കൊടകര പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കൊടകര കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മരക്കുളങ്ങര ലയൺസ് ക്ലബിന്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിൽ എല്ലാ മാസവും നടത്താറുള്ള സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സെപ്റ്റംബർ 8-ന് ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അതിരപ്പള്ളി റേഞ്ചിലെ കാലടി പ്ലാന്റേഷനിലെ ക്വാർട്ടേഴ്സിൽ നിന്ന് വലിയ രാജവെമ്പാലയെ വനപാലകർ പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദേശീയപാതയിലൂടെ കാറിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന അനധികൃത സ്പിരിറ്റ് ശേഖരവുമായി യുവാവ് പിടിയിൽ. കോട്ടയം ഈരാറ്റുപേട്ട തിടനാട് സ്വദേശി മുണ്ടക്കൽ വീട്ടിൽ സച്ചുവിനെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷും സംഘവും ചേർന്ന് പിടികൂടിയത്. ഓണത്തോടനുബന്ധിച്ച് വ്യാജ മദ്യ ഉൽപാദനവും വിതരണവും ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് പിടികൂടിയത്. അതിവേഗതയിൽ വന്നിരുന്ന ഒരു വാഹനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനോട് ചേർന്ന് നടത്തിയ വാഹന ചെക്കിങ്ങിനിടയിലാണ് കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത്. പിടികൂടി ഡ്രൈവറെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് അറിഞ്ഞു. അന്വേഷണത്തിനൊടുവിൽ തൃശൂർ ലാലൂരിലെ ഒരു വീട്ടിൽ രഹസ്യമായി സൂക്ഷിച്ച 5500 ലിറ്ററോളം സ്പിരിറ്റും പിടികൂടി. വീട് വാടകയ്ക്കെടുത്ത് സ്പിരിറ്റ് കച്ചവടത്തിന് ഒത്താശ ചെയ്ത വാടാനപ്പള്ളി സ്വദേശിയായ മണികണ്ഠനെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. 2 കൊലപാതക കേസടക്കം നിരവധി കേസുകൾ മണികണ്ഠന് നേരെയുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യാനും അന്വേഷണ സംഘത്തിലും അതിരപ്പള്ളി CI സുനിൽ ദാസ്, തൃശൂർ വെസ്റ്റ് CI പി ലാൽകുമാർ, ചാലക്കുടി സബ് ഇൻസ്പെക്ടർ അൽബിൻ തോമസ് വർക്കി, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മഠപ്പാട്ടിൽ, റോയ് പൌലോസ്, മൂസ PM, സിൽജോ VU, ദിനേശ് PI, റെജി AU, ബിനു MJ, ഷിജോ തോമസ്, മഹേഷ് KK, ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ SI ഹരിശങ്കർ പ്രസാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആൻസൺ പൌലോസ്, CPOമാരായ സനോജ് KM, ശ്യാംചന്ദ്രൻ, സ്പെഷ്യൽ ബ്രാഞ്ച് SI മുരുകേഷ് കടവത്ത്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ CB ഷെറിൽ, ജില്ലാ ഇന്റലിജൻസ് ഓഫീസർ എന്നിവരും ഉണ്ടായിരുന്നു. കൊടകര പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കൊടകര കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വാർഡ് 8-ലെ JLG ഗ്രൂപ്പിൽ നടന്ന വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. റോസലി പാപ്പച്ചൻ പദ്ധതി വിശദീകരണം നടത്തി. കൃഷി ഓഫീസർ നയനതാര, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ AR രജേശ്വരി, മെമ്പർ ഷിനി ജെയ്സൺ, JLG ഗ്രൂപ്പ് പ്രസിഡന്റ് റോസി ഡേവിസ്, ലില്ലി ജൂഡി എന്നിവർ സന്നിഹിതരായിരുന്നു. തിരുവോണം മൂലം മാസത്തിൽ എല്ലാ 3-ാമത്തെ ഞായറാഴ്ചയും നടത്തിവരാറുള്ള സൗജന്യ നേത്രരോഗ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഈ മാസം 8-ന് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബാണ് ക്യാമ്പിന്റെ സംഘാടകർ. കൊടകര GLP സ്കൂളിൽ ഞായറാഴ്ച രാവിലെ 9 മുതൽ 12:30 വരെയാണ് ക്യാമ്പ്. പരിശോധനയ്ക്കെത്തുന്നവർ കോവിഡ് പ്രോട്ടോകോൾ നിർബന്ധമായും പാലിക്കണം. KK വെങ്കിടാചലം, K സഞ്ജീവ് മേനോൻ, അനിൽ വടക്കെടത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുവോണത്തിൻ്റെ ദിവസമായതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ ക്യാമ്പ് ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രീപോൺ ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുക, ഇതൊക്കെ മാർഗമുള്ളൂ. തിരുവോണത്തിൻ്റെ ദിവസം നടത്തുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ആളുകൾക്ക് വന്നെത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്യാൻസൽ ചെയ്യണ്ട എന്നുള്ളൊരു തീരുമാനമാണ് പൊതുവേ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഉണ്ടായത്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ക്യാമ്പിൽ പോയിട്ട് സർജറി ചെയ്ത് വന്ന ആളുകളുണ്ട്. അത് ഒരാഴ്ച മുൻപ്, അതായത് 3-ാമത്തെ ഞായറാഴ്ചയ്ക്ക് പകരം 2-ാമത്തെ ഞായറാഴ്ച എന്നാക്കി മാറ്റിയിട്ടുണ്ട്. 3 മുറി ചെട്ടിച്ചാൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് 22-ാം വാർഡ് മെമ്പർ ഷൈനി ബാബു ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ VU ദിവ്യ, മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS പ്രശാന്ത്, കൃഷി അസിസ്റ്റന്റ് M രാജിക, കർഷക കൂട്ടായ്മ പ്രസിഡന്റ് ദിവാകരൻ കുറ്റിലിക്കാടൻ എന്നിവർ സംസാരിച്ചു.
ദർശനം FPCയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി. ചെണ്ടുമല്ലി വിൽപ്പന FPO ഓഫീസിൽ നബാർഡ് തൃശൂർ ജില്ലാ DDM സെബിൻ ആന്റണി, ഇസാഫ് FPO പ്രോജക്ട് കേരള സ്റ്റേറ്റ് ഹെഡ് റോയ് വൈലോപ്പിള്ളി, FPO അധ്യക്ഷ EA ഓമന, പോൾ PN, പ്രകാശൻ OV, രഞ്ജിത്ത് കൈപ്പിള്ളി, സുബ്രഹ്മണ്യൻ KV, ജോൺ കുട്ടി, KA ഗംഗാധരൻ CK എന്നിവരുടെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു. കൊടകര നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന മോഡേൺ ബേക്കേഴ്സ് നവീകരണം പൂർത്തീകരിച്ച് ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ കൊടകരയിൽ ഒരു സ്ഥാപനം കൂടി നവീകരിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവിധ സാമ്പത്തിക ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന വികാരി ജെയ്സൺ കരിപ്പായി ആശീർവാദ കർമ്മം നിർവഹിച്ചു. വാസുപുരം സെന്റ് ആന്റണീസ് ദേവാലയ വികാരി ബിനോയ് നരേപ്പറമ്പിൽ ആദ്യ വിൽപ്പന നടത്തി. കൊടകര പഞ്ചായത്ത് അംഗങ്ങളായ TV പ്രജിത്ത്, KV ബാബു, CD സിബി, പ്രനില ഗിരീശൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര, ആന്റോ വെട്ടത്ത് പറമ്പിൽ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ഫിഷ് ഫിംഗേഴ്സ്, ചിക്കൻ നഗറ്റ്സ്, വെജിറ്റബിൾ നഗറ്റ്സ്, ചിക്കൻ ബർഗർ, വെജിറ്റബിൾ ബർഗർ, ക്രാബ്, ഫ്രഞ്ച് ഫ്രൈസ്, കേളി ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ മോമോ, ഡബിൾ ചിക്കൻ ബർഗർ, ക്ലാസിക് ചിക്കൻ സാൻഡ്വിച്ച്, ക്ലാസിക് വെജിറ്റബിൾ സാൻഡ്വിച്ച് തുടങ്ങി വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ലൈവായി ലഭ്യമാണ്. കൂടാതെ എല്ലാവിധ ബേക്കറി വിഭവങ്ങളും ലഭ്യമാണ്. ഈ സ്ഥാപനത്തിലെ പ്രവർത്തകരെയും ഇവിടെ ജോലി ചെയ്യുന്നവരെയും ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്നവരെയും സമർത്ഥമായി ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷം വയനാടിന് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പായസം ചലഞ്ച് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ KP ലിയോ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ തങ്കച്ചൻ പോൾ, K പ്രവീൺകുമാർ, EN വാസുദേവൻ, AN അഭിജിത്ത്, AS സുരേഷ് കുമാർ, അനില ഫ്രാൻസിസ്, ജിൻസി ജോർജ് എന്നിവർ സംസാരിച്ചു. NSS വോളണ്ടിയർ ലീഡർമാരായ സ്റ്റീവ് ജോയ്, ശിവ ഹരി, ഏഞ്ചൽ തെരേസ, അനുഷ്ക അജിതൻ എന്നിവർ നേതൃത്വം നൽകി. അതിരപ്പള്ളി റേഞ്ചിലെ കാലടി പ്ലാന്റേഷനിലെ ക്വാർട്ടേഴ്സിൽ നിന്ന് വലിയ രാജവെമ്പാലയെ വനപാലകർ പിടികൂടി. ഏഴാറ്റുമുഖം സ്റ്റേഷനിലെ RRT ടീം അംഗങ്ങൾ ചേർന്നാണ് 6-ാം ബ്ലോക്കിലെ താമസക്കാരിയായ താടിക്കാരൻ വീട്ടിൽ ഷീലയുടെ ക്വാർട്ടേഴ്സിലെ മേശയുടെ അടിയിൽ നിന്ന് വലിയ രാജവെമ്പാലയെ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ പിടികൂടിയത്. 15 അടിയോളം ഏകദേശം നീളം വരുന്ന രാജവെമ്പാലയെ പിടികൂടിയ ശേഷം ഉൾവനത്തിൽ വിടുമെന്ന് വനപാലകർ പറഞ്ഞു. RRT അംഗങ്ങളായ PRO ആൽബിൻ ആന്റണി, JB, SFO സാബു, BFO വർഗീസ് എന്നിവർ ചേർന്ന് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പിടികൂടിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6720 രൂപ, പവന് 53,760 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും.
ദേശീയപാതയിലൂടെ കാറിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന അനധികൃത സ്പിരിറ്റ് ശേഖരവുമായി യുവാവ് പിടിയിലായി. കൊടകര പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കൊടകര കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മരക്കുളങ്ങര ലയൺസ് ക്ലബിന്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിൽ എല്ലാ മാസവും നടത്താറുള്ള സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സെപ്റ്റംബർ 8 ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അതിരപ്പള്ളി റേഞ്ചിലെ കാലടി പ്ലാന്റേഷനിലെ ക്വാർട്ടേഴ്സിൽ നിന്ന് വലിയ രാജവെമ്പാലയെ വനപാലകർ പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.